അത്രയും കാലം അവർക്ക് ശമ്പളം കിട്ടാതെ പോയി. ആ ആ അവസ്ഥയിൽ, വീട്ടിലെ അവസ്ഥയിൽ, വ്യക്തിപരമായ അവസ്ഥയിൽ, സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങി വിഷമിച്ചതിന്റെ പേരിലാവാം അവർ ആത്മഹത്യ ചെയ്തത്. ആവാം എന്നല്ലാതെ. അപ്പൊ ഇത് ശരിക്കും വളരെ വ്യക്തമായ സർവീസ് ഡെലിവറി മാനേജ്മെന്റിലെ പറ്റിയ വളരെ വ്യക്തമായ ഒരു അബദ്ധം അല്ലെങ്കിൽ തെറ്റ് ആണ്. ആ തെറ്റ് ആരുടെ ഭാഗത്ത് സംഭവിച്ചു? അത് മാനേജ്മെന്റിതാണോ, ഡിപ്പാർട്ട്മെന്റിന്റേതാണോ, ഗവൺമെന്റിന്റേതാണോ എന്ന് അന്വേഷിച്ചാൽ മാനേജ്മെന്റും ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും ഒരേപോലെ അതിന് ഉത്തരവാദിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സർവീസ് ഡെലിവറി മാനേജ്മെന്റ് എത്രയേറെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് അത്തരം മേഖലകളിൽ എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാൻ തൊട്ട് മുമ്പിൽ കിട്ടിയ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട്. ആർ യു സാറ്റിസ്ഫൈഡ് എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ, ഇപ്പൊ എനിക്ക് നോർമലി ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഏറെയും അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത് ഒരു ഓഡിയൻസിനെ, ഒരു കൂട്ടത്തിലുള്ള ആളുകളെ മുമ്പിലിരുത്തിക്കൊണ്ടാണ്. അവരുടെ പ്രതികരണം കാണാനും അവരുടെ പ്രതികരണം കേൾക്കാനും അവരുടെ ചോദ്യങ്ങളിലും നിർദ്ദേശങ്ങളും അനുസരിച്ച് ക്ലാസ്സുകൾ കവർ ചെയ്യാനുമാണ് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും പ്രതികരിക്കണം, അപ്പോൾ തന്നെ പ്രതികരിക്കണം എന്ന് തോന്നിയാൽ ഒരു തംസപ്പ് കൊടുത്താൽ ലക്ഷ്മി മാം അവർക്ക് അത് ഒരു വീഡിയോ അവരുടെ ഓഡിയോ ഒന്ന് ഓപ്പണാക്കി കൊടുത്താൽ അവർക്ക് സംസാരിക്കാം. അതേ സമയത്ത് പലരെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ ക്ലാസ് വികലമായി പോയെന്നിരിക്കാം. ആർ യു സാറ്റിസ്ഫൈഡ് എന്നൊരു ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് യേസ് എന്ന് ഉത്തരം പറയുന്നവരുണ്ടാവും, നോ എന്ന് ഉത്തരം പറയുന്നവരുണ്ടാവും. യേസ് ആണോ നോ ആണ് പറയേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടതെന്ന് ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് സംശയം തോന്നും. എങ്കിൽ പോലും ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് കരുതിയാൽ ചില ആളുകൾ പറയും ഐ എം സപ്പോർട്ടഡ്, ഐ എം യെസ് എന്ന് പറയുന്ന ആളുകൾക്ക് എന്തൊക്കെയാവാം? ഹൗ ആർ ദേ സാറ്റിസ്ഫൈഡ്? ദേ ആർ സപ്പോർട്ടഡ്, ദേ ആർ കൺസിഡേർഡ്, ദേ ആർ ലൗഡ്, ദേ ആർ സൗണ്ട്, ദേ ആർ ഹെൽത്തി, ദേ ആർ വെൽത്തി, എംപ്ലോയിഡ് ആണ്, പെയ്ഡ് വെല്ലാണ്, അവർക്ക് സെർവൻസ് അതുപോലുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പല മേഖലകളിലും അവർക്ക് സർവീസ് ലഭ്യമാണ്. ഷീ ഓർ ഹി ഈസ് പ്രൊവൈഡഡ് ഇൻ സർവീസ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഐ എം സാറ്റിസ്ഫൈഡ്, ഐ എം കംഫർട്ടബിൾ എന്ന് പറയാൻ തോന്നും. നോ എന്ന് ചോദിച്ചാലോ, വൈ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ പറയാനുള്ള ഉത്തരം ഐ എം നോട്ട് സപ്പോർട്ടഡ്, ഐ എം നോട്ട് കൺസിഡേർഡ്, ഐ എം നോട്ട് ലൗഡ്, ഐ എം നോട്ട് സൗണ്ട്, ഐ എം നോട്ട് വെൽത്തി, ഐ എം നോട്ട് ഹെൽത്തി, ഐ എം നോട്ട് എംപ്ലോയിഡ്, ഐ എം നോട്ട് വെൽ പെയ്ഡ്, ഐ ഹാവ് നോ സെർവൻസ്, ഐ ഡു നോട്ട് ഗെറ്റ് പ്രോപ്പർ സർവീസസ്. അപ്പൊ ഇതെല്ലാം എത്തി നിൽക്കുന്നത് ഈ സർവീസിലാണ്. ഇപ്പൊ പ്രോപ്പർ സർവീസസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവും, എല്ലാവരും കംഫർട്ടബിൾ ആകും. അപ്പൊ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചുരുക്കി വാക്കുകളിൽ സർവീസ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊവിഷൻ ഓഫ് നീഡ് ബേസ്ഡ് റിക്വയർമെന്റ്സ്. പ്രൊവിഷൻ ഓഫ് നീഡ് ബേസ്ഡ് റിക്വയർമെന്റ്സ് എന്ന് വളരെ ചുരുങ്ങിയ ഒരു കാര്യം പറയാം. നമുക്കറിയാം IAS, IPS, IFS, IRS, ഇന്ത്യൻ റവന്യൂ സർവീസ്, അഡ്മിനിസ്ട്രേഷൻ സർവീസ്, പോലീസ് സർവീസ്, പോസ്റ്റൽ സർവീസ്, അതുപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അങ്ങനെയുള്ള സർവീസുകളുണ്ട്. സിവിൽ സർവീസ്, ഗവൺമെന്റ് സർവീസ്, ലീഗൽ സർവീസ്, ഡൊമസ്റ്റിക് സർവീസ്, സോഷ്യൽ സർവീസ്, അങ്ങനെ ഒത്തിരി സർവീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ സർവീസ് സ്റ്റേഷൻ, സർവീസ് സെന്റർ, സർവീസ് റോഡ്, സർവീസ് ബുക്ക്, സർവീസ് റൂൾ, കേരള സർവീസ് റൂൾ, KSR, ഇതെല്ലാം നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു, പറയുന്നത്. എന്താണ് ഈ സർവീസ്? ഇതെങ്ങനെ നമുക്ക് ലഭ്യമാണ്? നമുക്ക് വ്യക്തിപരമായി ഇൻ പേഴ്സൺ നമുക്ക് ലഭിക്കുന്നു, ഓൺലൈനിൽ കൂടെ നമുക്ക് സർവീസ് ലഭിക്കുന്നു, ഫിസിക്കൽ പ്രോഡക്റ്റായി നമുക്ക് സർവീസ് ലഭിക്കുന്നുണ്ട്. ഇനി ആരിൽ നിന്നാണ് ഈ സർവീസ് കിട്ടുന്നത്? അത് ഇൻഡിവിജ്വൽസിൽ നിന്നാവാം, ഇൻഡിവിജ്വൽ ഓഫീസുകളിൽ നിന്നാവാം, ഓർഗനൈസേഷൻസിൽ നിന്നാവാം, അത് ബിസിനസ് ഡെലിവർ സർവീസസ്, സർവീസ് നൽകുന്ന ബിസിനസ് മേഖലയിൽ നിന്നുമാകാം ഈ സർവീസ് നമുക്ക് ലഭിക്കുന്നത്. ഇനിയും ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് സർവീസ് കിട്ടുന്നത്? ആ സർവീസ് കിട്ടുന്ന ഏരിയാസ് ഹെൽത്ത് കെയറിൽ നിന്നാവാം, ഹോസ്പിറ്റാലിറ്റി ആവാം, ഫൈനാൻഷ്യൽ ആവാം, ട്രാൻസ്പോർട്ട് ആവാം. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഇടപെടുന്ന മേഖലകളിലൊക്കെ നമ്മൾ സർവീസ് ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു, നമുക്ക് സർവീസ് ലഭിക്കുന്നു. അത് എവിടെ മുതലാവാം? സോളോ എന്റർപ്രണർ മുതൽ ഗവൺമെന്റ് ഓഫീസുകൾ തുടങ്ങി വലിയ കോർപ്പറേറ്റുകൾ വരെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് സർവീസ് ലഭിക്കാറുണ്ട്. അപ്പൊ അതിൽ തന്നെ ഫ്രീ സർവീസ് ഉണ്ട്, പെയ്ഡ് സർവീസ് ഉണ്ട്, വളരെ ഈസിലി അവൈലബിൾ ആയ സർവീസ് ഉണ്ട്. നമുക്ക് അപ്രോച്ച് ചെയ്യണം, നമ്മൾ ഡിമാൻഡ് ചെയ്യണം, നമ്മൾ അപ്ലൈ ചെയ്യണം, എന്നിട്ട് ലഭിക്കുന്ന സർവീസ് ഉണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, നമ്മൾ ഫൈറ്റ് ചെയ്യണം, എന്നിട്ട് കിട്ടുന്ന സർവീസുകളുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ കോടതികളെ, നീതിന്യായ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥകളും സർവീസ് ഡെലിവറിയുടെ മേഖലകളിൽ ഉണ്ടാവാം. എന്താണ് സർവീസ് എന്നൊരു ഡെഫിനിഷൻ പറയാൻ ശ്രമിച്ചാൽ, എ സർവീസ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഓഫറിംഗ്
that provide value to the customers through expertise, knowledge, and expression. It's an action, effort, or performance provided by one party to another, which doesn't result in the ownership of a physical product. ഒരു തവണ കൂടെ ആവർത്തിക്കുന്നത് നല്ലതാവുമെന്ന് കരുതുന്നു. A service is an intangible offering that provide value to customers through expertise, knowledge, and experience. It's an action, effort, or performance provided by one party to another, which doesn't result in the ownership of a physical product. അപ്പൊ ഇത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഇതൊരു ആക്ഷനാണ്, ഒരു എഫേർട്ടാണ്, ഒരു പെർഫോമൻസ് ആണ്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരാളാണ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ വൺ പാർട്ടി ടു അനദർ. ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫീസുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുണ്ട്, ഒരു സമൂഹമുണ്ട്, അത് ലഭിക്കുന്ന ആളുകളുമുണ്ട്. അപ്പൊ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളെ, ഓഫീസിനെ അല്ലെങ്കിൽ വ്യക്തിയെ നമ്മൾ സർവീസ് പ്രൊവൈഡർ എന്ന് പറയാം, സേവന ദാതാവ്. അപ്പൊ സർവീസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ സേവന ദാനം ചെയ്യുകയാണ്, സേവനം പ്രദാനം ചെയ്യുകയാണ്. ഈ ആർക്കാണ് ഈ സർവീസ് കിട്ടുന്നത്? സർവീസ് കിട്ടുന്നവരെ കസ്റ്റമർ എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയാം. സ്റ്റേക്ക് ഹോൾഡർ, കസ്റ്റമർ എന്നുള്ളത് നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്റ്റേക്ക് ഹോൾഡറും എല്ലാവർക്കും അറിയാം. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഗുണഭോക്താവ്. അപ്പൊ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ഗുണഭോക്താക്കളാണ്, ഏതെങ്കിലും പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളാണ് നമ്മളെങ്കിൽ വി ആർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അല്ലെങ്കിൽ നമ്മളൊരു ബാങ്കിൽ പോകുന്നു, മറ്റ് സ്ഥാപനങ്ങളിൽ വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോയി നമ്മൾ സേവനങ്ങൾ ആവശ്യപ്പെടുന്നു, അവിടെ നമ്മൾ കസ്റ്റമേഴ്സാണ്. ഹോസ്പിറ്റലിലൊക്കെ പോയി നമ്മൾ സേവനം ആവശ്യപ്പെടുന്നു, അവിടെ നമ്മൾ കസ്റ്റമേഴ്സാണ്. അപ്പൊ അവിടെ നമുക്കറിയാം, ഇവിടെ ഈ ടാഞ്ചിബിൾ ഓഫറിംഗ് എന്ന് പറഞ്ഞിരുന്നു. ഈ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആ ഒരു വാക്കിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണോ എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ആരും സംശയം ചോദിക്കാവുന്ന പരുവത്തിലില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് സംശയമുണ്ട് എന്ന് കരുതി പറയുകയാണ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നു. ഇപ്പൊ മാതൃകാ വില്ലേജ് ഓഫീസുകൾ ധാരാളമാണ്. അവിടെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്, ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്, ചെല്ലുന്ന ആളുകൾക്ക് സമാധാനമായിട്ട് ഇരിക്കാം. ഒരു ഡ്രിങ്കിങ് കുടിവെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. കൗണ്ടറും മറ്റെല്ലാ സംവിധാനങ്ങളും വളരെ വിശാലമായി, വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ടാഞ്ചിബിൾ, മനോഹരമാണ്, സൗകര്യങ്ങളെല്ലാം ഫലപ്രദമാണ്. അവിടെ ചെല്ലുന്ന ഒരാൾക്ക് ആകർഷകമായി തോന്നും ഫിസിക്കൽ അപ്പിയറൻസ്, ഫിസിക്കൽ സിറ്റുവേഷൻ. പക്ഷേ അവിടുത്തെ വില്ലേജ് ഓഫീസിൽ നിന്ന്, അവിടുത്തെ ഒരു സെക്ഷൻ ക്ലർക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സർവീസ്, അതാണ് ഇൻടാഞ്ചിബിൾ. അത് ടാഞ്ചിബിൾ ആയതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സർവീസ് പ്രോപ്പർ ആകണമെന്നില്ല. അപ്പം സർവീസ് എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിളും ഉണ്ട്, ഇൻടാഞ്ചിബിളും ഉണ്ട്. അപ്പൊ അത് അത്രമാത്രം അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്ന് കരുതുന്നു. അപ്പൊ സർവീസ് പ്രൊവൈഡർ ഉണ്ട്, അതിന്റെ മറുവശത്ത് കസ്റ്റമറും അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡറും ഉണ്ട്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഐ ആം അറ്റ് യുവർ സർവീസ്. ഐ ആം അറ്റ് യുവർ സർവീസ്. ഇതാ നിങ്ങളുടെ സേവനത്തിന് ഞാൻ ലഭ്യമാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ എന്ത് സേവനമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വാട്ട് ഹെൽപ്പ് ഐ ക്യാൻ ഡു ഫോർ യു, വാട്ട് സർവീസ് ഐ ക്യാൻ ഡു ഫോർ യു എന്ന് നമ്മൾ ഫോർമാലിറ്റി അനുസരിച്ച് ചോദിക്കാറുണ്ട്. ദാറ്റ്സ് ആൻ ഇംഗ്ലീഷ് കസ്റ്റം. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങളിലും അങ്ങനെയുള്ളൊരു അവസരം നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ സർവീസ് ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിവർ എ ചൈൽഡ്, ഒരു കുഞ്ഞിനെ പ്രസവിക്കുക. ഡെലിവർ എ ലെറ്റർ, ഒരു ലെറ്റർ പോസ്റ്റ് ഓഫീസിൽ വരുന്ന ലെറ്റർ നൽകുക. ഡെലിവർ ഗുഡ്സ്, ഡെലിവർ എ സ്പീച്ച്, ഒരു പ്രസംഗം അവതരിപ്പിക്കുക, അതിനും ഡെലിവർ എ സ്പീച്ച്. ഡെലിവർ സർവീസ് പ്രദാനം ചെയ്യുകയാണ്. സർവീസ് പ്രദാനം ചെയ്യുകയാണ്, ദാനം എന്നുള്ള അർത്ഥത്തിൽ പ്രധാനമാണ്. അപ്പൊ സർവീസ് പ്രദാനം ചെയ്യലാണ്. ഇനി സർവീസ് ഡെലിവറി മാനേജ്മെന്റോ? സർവീസ് പ്രധാന മാനേജ്മെന്റ്, പ്രധാനമല്ല പ്രധാനമാണ്. അപ്പം സർവീസ് ഡെലിവറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് ഡെലിവറി മാനേജ്മെന്റ് refers to the planning, design, delivery and monitoring of services to ensure customer satisfaction and organizational objectives. അപ്പൊ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനും ഈ സർവീസ് നൽകുന്ന ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഓഫീസിന്റെ ഒബ്ജക്റ്റീവ്സ് നിറവേറ്റപ്പെടലും ഒരുമിച്ച് ചേർന്നതാണ് ഈ സർവീസ് ഡെലിവറി മാനേജ്മെന്റ്. അപ്പൊ അതിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്ന് കൂടെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്ലാനിംഗ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, ഡെലിവറി ഉണ്ട്, ആൻഡ് മോണിറ്ററിംഗ്. ഇതെല്ലാം ചേർന്ന ഒരു സർവീസാണ് നൽകേണ്ടത്. അപ്പൊ സർവീസ് ഡെലിവറി മാനേജ്മെന്റ് റെഫേഴ്സ് ടു ദി പ്ലാനിംഗ്, design, delivery and monitoring of services to ensure customer satisfaction and organizational objectives. ഇനിയും ഇതിന്റെ പ്രധാന സ്റ്റേജസ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ എന്നുള്ളത് വളരെ
ചുരുക്കമായി ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സർവീസ് ലെവൽ എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ് ഫ്രം ഹും? ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? ഡിഫൈൻ സർവീസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. ഒരു ഓഫീസിൽ നിന്ന്, ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട സർവീസുകളുടെ സ്റ്റാൻഡേർഡ്സ് എന്താണ്, അത് നമ്മൾ സർവീസ് കസ്റ്റമർ പ്രതീക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ്. ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തെല്ലാം ഓഫീസ് സർട്ടിഫിക്കറ്റുകൾ കിട്ടും, അതിന് എത്ര ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, എത്ര പേയ്മെന്റ് ആണ് നടത്തേണ്ടത്, എത്ര ദിവസങ്ങൾക്ക് ഉള്ളിൽ നമുക്കതിന് സർവീസ് കിട്ടിയിരിക്കും. അതുപോലെ ഓരോ ഓഫീസിൽ നിന്നും അതവിടെ പ്രകടമായി രേഖപ്പെടുത്തുന്നതുണ്ട് ഓഫീസുകളിൽ. അങ്ങനെ ഓഫീസുകളിൽ അങ്ങനെ കൃത്യമായി ഓരോ വർഷവും തയ്യാറാക്കുന്ന പുസ്തകങ്ങൾ ആ ഓഫീസുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അടുത്തത് സർവീസ് കാറ്റലോഗ്. ഞാൻ ജനറലി ഈ സർവീസ് ഡെലിവറി മാനേജ്മെന്റ് എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സർവീസ് വിച്ച് വി ഒബ്റ്റെയിൻ ഫ്രം ഗവൺമെന്റ് ഓഫീസസ് ഓർ സച്ച് ഓഫീസസ് ഫ്രം വേർ വി ഹാവ് ടു ഗെറ്റ് സം സർവീസ്. അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ സർവീസുകളെയും ഒരുമിച്ച് എടുത്തു കഴിയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ. നമുക്ക് വേണമെങ്കിൽ അതിനെയും അങ്ങനെ ഡൈവേർട്ട് ചെയ്ത കാര്യങ്ങളെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ സർവീസ് ലെവൽ എഗ്രിമെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായത്. ഡെഫിനിഷൻ, ഡിഫൈൻ സർവീസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. അടുത്തത് സർവീസ് കാറ്റലോഗ് ആണ്. സർവീസ് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റിംഗ് അവൈലബിൾ സർവീസസ് ആൻഡ് ദെയർ ഡിസ്ക്രിപ്ഷൻസ്. നമുക്ക് ആ ഒരു ഓഫീസിൽ നിന്ന്, ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തെല്ലാം സർവീസുകളാണ് കിട്ടുന്നത് അതിനെ സംബന്ധിച്ച ഡിസ്ക്രിപ്ഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സിവിൽ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ, കളക്ടറേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ, അതുപോലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, DOS ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെല്ലാം സർവീസ് നമുക്ക് ലഭ്യമാണ് എന്ന് വളരെ പ്രകടമായ ഭിത്തിയിൽ രേഖപ്പെടുത്തിയ ബോർഡുകൾ കാണാം. അവിടെ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഇത് കിട്ടും എന്ന് പറയും. പക്ഷെ ഓഫീസുകൾ ഒരിക്കലും അത് പാലിക്കാറില്ല. പാലിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? നമ്മള് പറയും, എന്താ, സയൻസ് അറിയാവുന്നവരെ അണ്ടർ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അണ്ടർ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കരഗതമാകാത്ത ഒരു ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സിറ്റുവേഷൻ ആണ് ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഓഫീസുകളും വാഗ്ദാനം ചെയ്യുന്ന ഈ സർവീസുകളൊക്കെ അബ്സല്യൂട്ട് സിറ്റുവേഷനിൽ കൊടുക്കാം 5 ദിവസത്തിനുള്ളിൽ. അതുകൊണ്ട് അവർക്ക് എന്ത് രേഖപ്പെടുത്താൻ കഴിയും ഫയലുകളിൽ? ഇത് അബ്സല്യൂട്ട് സിറ്റുവേഷൻ അല്ല, ദർ ഈസ് സംതിങ് അബ്നോർമൽ എന്ന് ഫയലുകളിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫർ ചെയ്യുന്ന സർവീസസ് അതുപോലെ കൊടുക്കണമെന്നില്ല എന്നുള്ള വിലയിരുത്തലാണ് ഒരുപക്ഷെ ഈ സർവീസ് പ്രൊവൈഡറുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അപ്പൊ അത്തരം വിലയിരുത്തലുകൾ നടത്തുന്നത് ശരിയാണോ? എങ്ങനെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? അതാണ് സർവീസ് ഡെലിവറി മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന്റെ മൂന്നാമത്തെ കാര്യം സർവീസ് റിക്വസ്റ്റ് മാനേജ്മെന്റ് ആണ്. നമ്മളൊരു സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഓഫീസിലെത്തി കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിലെത്തി കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യണം? ഹാൻഡ്ലിംഗ് കസ്റ്റമർ റിക്വസ്റ്റ് ആൻഡ് ഇൻസിഡൻസ്. കസ്റ്റമറുടെ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യണം. നമ്മളൊരു വില്ലേജ് ഓഫീസിലേക്ക് അല്ല പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ എല്ലാ ആളുകളും എല്ലാം നേരത്തെ പറഞ്ഞ പോലെ ടാഞ്ചിബിൾസ് എല്ലാം ഉണ്ട്, എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വില്ലേജ് അസിസ്റ്റന്റോ മറ്റാളുകൾ ആരെയും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. അവര് പരസ്പരം സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ സർവീസ് റിക്വസ്റ്റ് മാനേജ്മെന്റ് ഒട്ടും ഫലപ്രദമല്ല എന്നാണ് അർത്ഥം. ഹാൻഡ്ലിംഗ് കസ്റ്റമർ റിക്വസ്റ്റ് ആൻഡ് ഇൻസിഡൻസ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ഇൻസിഡൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് കൂടെ ചേരുന്നതാണ് കസ്റ്റമർ റിക്വസ്റ്റ് മാനേജ്മെന്റ് എന്ന ആ ഭാഗം, ആ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സർവീസ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് സർവീസ്. നമുക്ക് ലഭിക്കുന്ന, നമ്മൾ കൊടുക്കേണ്ട സർവീസ് അത് അതിന്റെ ക്വാളിറ്റി മാനേജ് ചെയ്യുക, ക്വാളിറ്റി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. ഐഡന്റിഫൈയിങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ചേഞ്ചസ്. എന്താ ഇംപ്രൂവ്മെന്റ് വേണം, ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് എപ്പോഴാണ് ചേഞ്ചസ് വരുന്നത്? എത്രയോ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല, എത്രയോ കസ്റ്റമേഴ്സിൽ നിന്ന് പരാതികളുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, അവർ ആഗ്രഹിക്കുന്ന രീതിയിലല്ല സർവീസ് കിട്ടുന്നത് എന്ന് പരാതികൾ ലഭിച്ചു കഴിയുമ്പോൾ ഒന്നുകിൽ അതേ ഓഫീസിലെ ഓഫീസർക്കോ അല്ലെങ്കിൽ ഹയർ ഓഫീസിനോ തോന്നാവുന്നതാണ് ദർ മസ്റ്റ് ബി ചേഞ്ചസ്. അതുകൊണ്ട് ആ ചേഞ്ചസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഓഫീസിന് കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്വയം ആ ഓഫീസ് ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനുള്ള പ്ലാനിങ് ആ ഓഫീസ് നടത്തേണ്ടതുണ്ട്. അടുത്തത്, ഇനി ഒരു എഫക്റ്റീവ് സർവീസ് ഡെലിവറി എനേബിൾ ഓർഗനൈസേഷൻസ് ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി സർവീസ്. എന്താ എഫക്റ്റീവ് സർവീസ് ഡെലിവറി മാനേജ്മെന്റ്? ഓർഗനൈസേഷനെയും ഒപ്പം സർവീസ് പ്രൊവൈഡറെ എനേബിൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി സർവീസ്. രണ്ടാമത് ടു എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഹൈ ക്വാളിറ്റി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുണമേന്മയുള്ള സർവീസ് കൊടുക്കാൻ കഴിയുന്നു. എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറുടെ സംതൃപ്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഇൻക്രീസ് എഫിഷ്യൻസി, ആ ഓഫീസിന്റെ സർവീസ് പ്രദാനം ചെയ്യുന്നതിന്റെ മികവ് കൂടുതൽ, അല്ലെങ്കിൽ ആ പ്രവർത്തനം കൂടുതൽ മികവുറ്റതാക്കാൻ പറ്റുന്നു. അപ്പൊ ഹൈ ക്വാളിറ്റി സർവീസ്, എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇൻക്രീസ് എഫിഷ്യൻസി.
ഇനി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ പബ്ലിക് സർവീസ് ഏരിയാസ്, പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. അഡ്മിനിസ്ട്രേഷൻ ആണ് ഒന്നാമത്തത്. ജില്ലാ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റ്, തഹസിൽദാർ തുടങ്ങിയ ആളുകൾ ഉൾപ്പെടുന്ന ഓഫീസ് സംവിധാനങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ജില്ലയിൽ ഉള്ളത്. സ്റ്റേറ്റിലെ കാര്യങ്ങൾ അതിന് സമാന്തരമായിട്ടുണ്ട്. അടുത്തത് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി തുടങ്ങിയ മേഖലകളാണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഫിനാൻസിൽ ട്രഷറിയും അക്കൗണ്ട്സും ടാക്സും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഫിനാൻസ്. അതേപോലെ തന്നെ ഹോം ഡിപ്പാർട്ട്മെന്റ്, പോലീസും ഫയർ സ്റ്റേഷനും പ്രിസൺസും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഹോം ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, PWD, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യക്ഷേമം, അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകൾ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസ് പ്രൊവൈഡിംഗ് ഏരിയാസ് ഇത്തരം വിവിധ മേഖലകളിലുണ്ട്. ഈ സർവീസ് പ്രൊവൈഡിംഗ് ഏരിയകളുടെ റാങ്കിങ് അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും സർവീസ് പ്രൊവിഷൻ എങ്ങനെയാണ് ജനങ്ങൾക്ക് സർവീസ് കിട്ടുന്നത് എന്നതിനെ ആശ്രയിച്ച് ഓരോ സ്റ്റേറ്റുകളെയും റേറ്റ് ചെയ്യുന്നുണ്ട്, റാങ്ക് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റുകളുടെ റാങ്കിങ്ങിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ സെൻസസ് ആണ്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കിങ് ബേസ്ഡ് ഓൺ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ്, PAI, പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്റ്റേറ്റുകളെയും വിലയിരുത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് ഇന്ത്യയിൽ 4 PSCകളാണുള്ളത്. PSC എന്ന് പറയുന്നത് പബ്ലിക് അഫയേഴ്സ് സെന്ററുകളാണ്. 4 സെന്ററുകൾ എന്ന് പറയുന്നത് ഒന്ന് ബാംഗ്ലൂരാണ്, ഒന്ന് ഡൽഹിയിലാണ്, ഒന്ന് മുംബൈയിലാണ്, മറ്റൊന്ന് കൽക്കട്ടയിലാണ്. 4 റീജിയൻ, സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ 4 റീജിയന് വേണ്ടി 4 പബ്ലിക് അഫയേഴ്സ് സെന്ററുകളുണ്ട്. ഈ 4 പബ്ലിക് അഫയേഴ്സ് സെന്ററുകളിൽ കേരളത്തിലെ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ബാംഗ്ലൂരിലുള്ള സെന്ററാണ്. കേരളവും കർണാടകവും തമിഴ്നാടും ആന്ധ്രയും പിന്നെ തെലുങ്കാനയും. ഇപ്പോൾ 5 സ്റ്റേറ്റായി സൗത്ത് ഇന്ത്യയിൽ എന്ന് നമുക്കറിയാം. അവരെ കളക്ട് ചെയ്യുന്ന, അവർ നൽകുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നമ്മുടെ ഇൻഡെക്സ്, ഓരോ മേഖലയിലെയും ഇൻഡെക്സ് കണക്കാക്കുന്നത്. ഇത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. PSC എന്ന് പറയുന്ന ഒരു നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ദാറ്റ് എയിംസ് ടു മെഷർ ദ ക്വാളിറ്റി ഓഫ് ഗവേണൻസ് ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്വാളിറ്റി ഓഫ് ഗവേണൻസ്, ഈ ഭരണം, സദ്ഭരണം, ഗുഡ് ഗവേണൻസ്, ഗവേണൻസ് നമ്മൾ പറയില്ലേ, ആ ഭരണം എത്രമാത്രം ക്വാളിറ്റേറ്റീവ് ആണ് എന്ന് നിർണ്ണയിക്കുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് PSCകൾ. അത്ര 4 PSCകളാണ് ഇന്ത്യയിലുള്ളത്. ഇനിയും കേരളത്തിന്റെ ലേറ്റസ്റ്റ് റാങ്കിങ് നമുക്കൊന്ന് വളരെ വേഗതയിൽ നോക്കാം. ലിറ്ററസിയിൽ കേരളം 1-ാം സ്ഥാനത്താണ്, 94.7%, 95%. ഹെൽത്തിൽ 1-ാം സ്ഥാനത്താണ്, 0.87 ഔട്ട് ഓഫ് 1. അങ്ങനെയാണ് അതിന്റെ റാങ്കിങ് നടത്തുന്നത്. ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ കേരളം 4-ാം സ്ഥാനത്താണ്, 0.73 ഔട്ട് ഓഫ് 10. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ കേരളം 5-ാം സ്ഥാനത്താണ്, 0.64 ഔട്ട് ഓഫ് 10. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ കാര്യത്തിൽ കേരളം 2-ാം സ്ഥാനത്താണ്, 0.83 ഔട്ട് ഓഫ് 1. ഇൻഡസ്ട്രി, വ്യവസായ മേഖലയിൽ 8-ാം സ്ഥാനമാണ്, 0.56 ഔട്ട് ഓഫ് 10. ഗവേണൻസിൽ കേരളം 3-ാം സ്ഥാനത്താണ്, 0.75 ഔട്ട് ഓഫ് 1. അഗ്രിഗേറ്റ് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം ഇന്ത്യയിലെ 1-ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പം നമ്മുടെ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി, ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലോ ബർത്ത് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരളം വളരെ ശ്രദ്ധേയമായ സംസ്ഥാനമാണ്. അപ്പൊ നമ്മുടെ ഈ എക്കണോമിക് റിവ്യൂ 2023, അപ്പൊ ഞാൻ അതിൽ നിന്ന് പെട്ടെന്നൊന്ന് സ്കിപ്പ് ചെയ്യാണ് ഇത്തരം വിവരങ്ങൾ. PSC നമ്മുടെ റേറ്റിംഗിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എവിടുന്ന് എങ്ങനെ ലഭ്യമാണ്, എങ്ങനെ സംസ്ഥാനങ്ങളെ വിലയിരുത്തുന്നു, താരതമ്യപ്പെടുത്തുന്നു എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാൻ അത്തരം കാര്യങ്ങളൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി എക്കണോമിക് റിവ്യൂ 2023 പബ്ലിഷ് ഇൻ January 2024, അതാണ് പബ്ലിഷ്ഡ് ബൈ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ട്രിവാൻഡ്രം. അതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ ഗവൺമെന്റ് ലെവലിലുള്ള ഔദ്യോഗിക രേഖ എന്ന് പറയുന്നത്. നമുക്കറിയാം 2011 സെൻസസ് നടന്നതിന് ശേഷം ഫലപ്രദമായ സെൻസസ് നടന്നിട്ടില്ല, വിവരങ്ങൾ നമ്മൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അപ്പൊ ഇതില് 16 ചാപ്റ്ററുകളാണുള്ളത്, ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ 13 ചാപ്റ്ററുകളാണുള്ളത്. 13 ചാപ്റ്ററുകളിൽ ആ ചാപ്റ്ററുകളുടെ പേര് പോലും പറയാൻ ഇപ്പം സമയം നമുക്ക് തികയാതെ വരുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇൻട്രൊഡക്ഷൻ മുതൽ 12 ചാപ്റ്ററുകളാണ്. കേരള എക്കോണമി, നവകേരളം, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പ്രയോറിറ്റീസ് തുടങ്ങി 12 ചാപ്റ്ററുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ സർവീസ് സെക്ടർ തന്നെയാണ്. ആ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കണ്ടന്റ്സ്, സർവീസ് സെക്ടറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കണ്ടന്റ് IT, സയന്റിഫിക് സർവീസസ് ആൻഡ് റിസർച്ച്, ടൂറിസം, എക്സ്റ്റേണൽ ട്രേഡ്, പബ്ലിക് സർവീസസ്, ഔട്ട്റീച്ച് ഓഫ് പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനസമ്പർക്കം, പബ്ലിക് സർവീസസ്, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന മേഖലയാണ് സർവീസ് സെക്ടർ. ഇനിയും ഹ്യൂമൻ സെക്ടർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ,
മെഡിക്കൽ പബ്ലിക് ഹെൽത്ത്, കൂടാതെ ഇമ്പാക്ട് ഓൺ ചേഞ്ചിങ് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ. ഇത്രയും മേഖലകളാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇൻഫ്രാസ്ട്രക്ചർ അത് ഒരു ചാപ്റ്റർ മാത്രമാണ് ഞാൻ പറയുന്നത്. കുറച്ച് ചാപ്റ്ററുകളുടെ പേര് പോലെ പറയുന്നുള്ളൂ ഞാൻ. ട്രാൻസ്പോർട്ടും, എനർജി കമ്മീഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഹൗസിംഗ്, റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം, കിഫ്ബി, കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ITSS, ഇന്ത്യ ടുഡേ സ്റ്റേറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് സർവേ എന്ന് പറയുന്ന, ഇന്ത്യ ടുഡേ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യ ടുഡേ അതൊരു ഒരു ഒരു സ്വകാര്യ നമ്മുടെ എന്താ 24 ചാനൽ എന്നൊക്കെ പറഞ്ഞ ഇന്ത്യ ടുഡേ പത്രങ്ങളും മാസികകളും ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഒരു സ്ഥാപനം എന്ന് കരുതിയാൽ മതി. അവർ നൽകിയിരിക്കുന്നതാണ് ലേറ്റസ്റ്റ് സ്ഥിതിവിവരങ്ങൾ അനുസരിച്ച് ഡെമോഗ്രാഫിക്സ് അല്ലെങ്കിൽ സ്ഥിതിവിവരം ഓഫ് കേരള. അതിലും എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. അതിലെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 1.82 ബർത്ത് പെർ വുമൺ. ഓരോ സ്ത്രീക്കും 1.82 കുഞ്ഞ് എന്നുള്ള അർത്ഥത്തിൽ. ആ 1 എന്നുള്ള രീതിയിൽ കണക്കാക്കണ്ട, അതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് 1000-ന് ഇത്ര എന്ന് നമ്മൾ പറയേണ്ടി വരും. 1000-182 അല്ലെ, 1000 സ്ത്രീകൾക്ക് 182 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതേപോലെ തന്നെ ഏജ് സ്ട്രക്ചർ 0 to 14 years, 14 വയസ്സ് വരെയുള്ള ഒരു 19% ആളുകളാണ്. 15 മുതൽ 64 വയസ്സ് വരെയുള്ള ഒരു 70%, 65-ൽ അപ്പുറമുള്ളത് ഒരു 12%. ഈ 19, 60, 70, 12 എന്ന് പറഞ്ഞാൽ 101 ആകും. അത് ദശാംശം മേഖലകൾ പരിഗണിക്കാതെ വന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ശതമാനമാണ്. ഇനി സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 0.97 മെയിൽ പെർ ഫീമെയിൽ ആണ്. പക്ഷെ അറ്റ് ബർത്ത് ഇത് 1.04 മെയിൽ പെർ ഫീമെയിൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? മരിക്കുന്ന കുട്ടികളുടെ എണ്ണം കണക്കാക്കുമ്പോൾ അതിൽ ആൺകുട്ടികൾ കൂടുതൽ മരിച്ചു പോകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് വിലയിരുത്താൻ. പോട്ടെ, ആ കാര്യം വിട്ടുകളയാം. അപ്പൊ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ കാര്യത്തിൽ കേരളം വളരെ മുൻപിലാണ്. എക്സെപ്ഷണൽ സോഷ്യൽ ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിൽ കേരളീയർ എത്രയോ മുമ്പിലാണ്. പക്ഷേ ഇപ്രാവശ്യം അടുത്ത ദിവസങ്ങളിൽ വന്ന ഡൽഹിയിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് പേപ്പറിന്റെ തലക്കെട്ടിലെ 8 കോളം ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ നമുക്കറിയാം കേരളം ഒത്തിരി കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അനുഭവിക്കുന്നത് ഇപ്പൊ ഡ്രഗ് മേഖലയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഡ്രഗ് നമ്മുടെ ഇന്നത്തെ വിഷയമല്ല എങ്കിൽ പോലും 2018, 2019, 2020 കാലങ്ങളിലെ കണക്കുകളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ പഞ്ചാബിലെയും കേരളത്തിലെയും കണക്കുകൾ ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ പെട്ടെന്നൊരു 300% വർധനമാണ് 2020 കേരളത്തിലുണ്ടായത്. പഞ്ചാബിൽ ഹാഷിഷ് 91.7 യൂണിറ്റ് ഉപയോഗിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ 0 ആണ്. അത് 2011 സംതിങ് ആയ കാലത്ത് കേരളത്തിൽ 0 ആണ്. അത് 2067 സംതിങ് ആയ കാലത്ത് അത് കേരളത്തിൽ 331 പോയിന്റ് സംതിങ് ആണ്. ആ അർത്ഥത്തിൽ കേരളത്തിൽ ഈ രാസലഹരികൾ, മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കേരളം എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുതിച്ചു ചാടി എന്നുള്ളത് ഒരർത്ഥത്തിൽ സംശയിക്കണം. മറ്റർത്ഥത്തിൽ ഇങ്ങനെ കേരളത്തിന്റെ സംവിധാനങ്ങൾ ലിബറലായി എന്ന് നമ്മൾ സംശയിക്കണം. അതുകൊണ്ട് ആ മേഖല ഞാൻ തൽക്കാലം വിടുകയാണ്. സർവീസ് ഡെലിവറി മാനേജ്മെന്റിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഡ്രഗ്സ് ആൻഡ് നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു മേഖലയാണ്, മറ്റൊരു സബ്ജക്റ്റാണ്. ദി ബേസിസ് ഓഫ് PSD മീൻസ് പബ്ലിക് സർവീസ് ഡെലിവറി ആൻഡ് പബ്ലിക് സർവീസ് പെർഫോമൻസ്. അതിന്റെ കാര്യത്തിൽ അതിന്റെ ബേസിസ് വിച്ച് ഈസ് ആസ് എ പോളിസി ഫ്രെയിം ഫോർ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്. സോഷ്യോ എക്കണോമിക്, സാമൂഹിക സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി ഫ്രെയിംവർക്കാണ് ആയിട്ടാണ് ഈ സർവീസ് ഡെലിവറി മാനേജ്മെന്റിനെ കാണുന്നത്. ഫോർ എഫക്റ്റീവ് സർവീസ് ഡെലിവറി മാനേജ്മെന്റ് എന്തിനു വേണ്ടിയാണ്? ഫോർ എഫക്റ്റീവ് സർവീസ് ഡെലിവറി മാനേജ്മെന്റിന് വേണ്ടിയാണ്. വിത്ത് ബ്രോഡ് ഗൈഡ് ലൈൻസ് ഫോർ സ്റ്റേറ്റ് ആക്ടിവിറ്റീസ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, സംസ്ഥാനം, അല്ലെങ്കിൽ ദ സ്റ്റേറ്റ് എന്ത് ചെയ്യണം ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതിനെ സംബന്ധിച്ച ബ്രോഡ് ഗൈഡ് ലൈൻസ് ഓടെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇമ്പാക്ട് ഓൺ സർവീസ് ഡെലിവറി റിഫോംസിന്റെ ഇമ്പാക്ട് എന്താണ്? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ലയന്റ് ചാർട്ടർ അഥവാ സിറ്റിസൺസ് ചാർട്ടർ എന്ന് പറയുന്നത്. എന്താണ് ക്ലയന്റ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കസ്റ്റമർ. അത് നമ്മൾ കൗൺസിലിംഗിന്റെ കാര്യത്തിൽ നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നു. അത് ഹിപ്നോട്ടിസം ആണെങ്കിൽ നമ്മൾ സബ്ജക്ട് എന്ന് പറയുന്നു. ഒരു വക്കീലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ക്ലയന്റ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പേഷ്യന്റ് ആണ്. അങ്ങനെ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മൾ കസ്റ്റമർ ആണ്. ആ അർത്ഥത്തിൽ എല്ലാവരെയും ചേർത്ത് പറയാവുന്നതാണ് സിറ്റിസൺസ് ചാർട്ടർ അഥവാ ക്ലയൻസ് ചാർട്ടർ എന്ന് പറഞ്ഞാൽ. എ ക്ലയൻസ് ചാർട്ടർ
is a written commitment made by the government department, by a government department or agency in deliverance of outputs or services to its customers, inclusive of stakeholders. ഒന്നുകിൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇത്തരം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളോ ഏജൻസികളോ നൽകുന്ന ഔട്ട്പുട്ട്സ് അഥവാ സർവീസ്, അതാണ് ഈ ക്ലയന്റ് സിറ്റിസൺസ് ചാർട്ടറിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്, അത് അവരുടെ വാഗ്ദാനമാണ്. ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓർ ഏജൻസി ഇൻ ഡെലിവറൻസ് ഓഫ് ഔട്ട്പുട്ട്സ് ഓർ സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഇൻക്ലൂഡിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നു. ഇനി ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് സർവീസ് ഡെലിവറി മാനേജ്മെന്റ്, നമ്മുടെ സമയം പോയി, അത് ഞാൻ അതിലേക്ക് കടക്കുന്നേ ഇല്ല. പിന്നീട് ഒരിക്കൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം കരുതാം എന്ന് ഞാൻ കരുതുകയാണ്. ഇനി കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ഡ്യൂ ടു, കസ്റ്റമർക്ക് എന്താണ്, കസ്റ്റമറുടെ പ്രതീക്ഷകൾ ഒത്തിരി അധികമാണ്. എന്തുകൊണ്ട് കസ്റ്റമർ ഇത്രയധികം പ്രതീക്ഷിക്കുന്നു? ഒന്ന്, ആക്സിലറേറ്റഡ് നീഡ്സ് കറസ്പോണ്ടിങ് ടു ദ ഫെസിലിറ്റീസ് ആൻഡ് ഡെവലപ്മെന്റ്സ്. നാട് വളരെ വളർന്നിരിക്കുന്നു, സൗകര്യങ്ങൾ വളരെ ഏറെയായിരിക്കുന്നു. അപ്പോൾ കസ്റ്റമറുടെ ആക്സിലറേറ്റഡ്, വളരെ വേഗത കൂടിയ, വളരെ അധികമായ നീഡ്സ് ആണ്, ആവശ്യങ്ങളാണ്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം, വിദേശത്ത് പോകണം, അതിനുള്ള പേപ്പറുകൾ വേണം, നമ്മുടെ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സർവീസ് നമുക്ക് വേണം. ആക്സിലറേറ്റഡ് നീഡ്സ് ആണ്. ഇൻക്രീസ്ഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ, ഇത് വളരെ പെട്ടെന്ന് ഇത് ഗവൺമെന്റിന്റെ കാര്യം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ മറ്റു വഴികളിൽ നമ്മൾ അറിയുന്നു, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്ക് വരുന്നു, പെട്ടെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുകയായി ജനങ്ങൾ. അതുകൊണ്ട് ഇൻക്രീസ്ഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ, അതുമൂലവും കസ്റ്റമർ എക്സ്പെക്ടേഷൻ നമുക്ക് കരുതാം. അങ്ങനെയും കസ്റ്റമറുടെ എക്സ്പെക്ടേഷൻ വളരെയധികമാണ്. ഇനി പ്രോമിസസ് ഓർ വില്ലിംഗ്നെസ് ഓഫ് ദ ഗവൺമെന്റ് നൽകുന്ന പ്രോമിസുകൾ വളരെയേറെയാണ്. നമ്മളൊക്കെ അറിയാം, വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ഇപ്പൊ എത്ര മാസങ്ങൾക്ക് ശേഷമാണ് അവിടെ നമുക്കൊരു ആക്ഷൻ, എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ വ്യക്തികൾ, എത്രയോ ഓർഗനൈസേഷൻസ്, എത്രയേറെ വീടുകൾ നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നത് പോലും അത്തരം വീടുകൾ നൽകുന്ന ആളുകളെ ഒരുമിച്ചിരുത്തി അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ മുമ്പേ ഇന്നലെ നടന്ന ആ തറക്കല്ലുകളിൽ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നു. ഈ മഴക്കാലത്തിന് മുമ്പേ തന്നെ അവിടെ പുതിയ വീടുകളിൽ താമസിക്കേണ്ട ആളുകൾക്ക് താമസിക്കാൻ സാധിക്കുമായിരുന്നു. ദെർ ഈസ് എ ലാഗ് ഓഫ് സർവീസ് ഡെലിവറി മാനേജ്മെന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ആളുകളുടെ അറിവ് കൂടിയിരിക്കുന്നു. അറിവ് കൂടുമ്പോൾ അവരുടെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ നിലവാരം വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഡിമാൻഡുകൾ, കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് കൂടുതലാവും. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് റോൾസ് ഓഫ് ടാക്സ് പേയേഴ്സ്, നമ്മൾ നികുതിദായകരാണ്, ഇത് നികുതിദായകന്റെ അവകാശമാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ സർവീസ്, നമുക്ക് അർഹമായ സർവീസുകൾ ആവശ്യപ്പെടുന്നു, എക്സ്പെക്ട് ചെയ്യുന്നു. സീക്ക് ദ ബെസ്റ്റ് സർവീസ്, നല്ല സർവീസ് തന്നെ നമുക്ക് കിട്ടണം, അല്ലാതെ മോശമായ സർവീസ് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും വളരെ വേഗതയിൽ, വളരെ എളുപ്പത്തിൽ, ഏറ്റവും മനോഹരമായി, മാന്യമായ സർവീസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് ഗവൺമെന്റ് ഓഫീസുകൾ നൽകേണ്ടത്. ഇനി വൈഡ് സ്പ്രെഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാസ് മീഡിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയേണ്ടി വരും. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ച, മാസ് മീഡിയയുടെ പ്രയോഗത്തിൽ അല്ലെങ്കിൽ ഉപയോഗത്തിലുള്ള വളർച്ച, സോഷ്യൽ മീഡിയ, അതുകൊണ്ട് നമ്മൾ വളരെ വേഗതയിൽ കാര്യങ്ങൾ സർവീസ് കിട്ടാൻ നമുക്ക് കഴിയുന്നുണ്ട് അല്ലെ. ഓൺലൈൻ സർവീസുകളാണ്. നമ്മുടെ ഇ ഗവേണൻസ് പോയി, ഗുഡ് ഗവേണൻസ് പോയി, ഇ ഗവേണൻസ് പോയി, ഇപ്പോൾ സ്മാർട്ട് ഗവേണൻസ് ആയി മാറിയിരിക്കുന്നു. സ്മാർട്ട് ഭരണമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ടാക്സ് പേയ്മെന്റുകൾ നടത്താൻ കഴിയും. ഇമ്മീഡിയറ്റ് നമ്മുടെ റെസീറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ പുതിയ LSGകളുടെ സേവനങ്ങൾ മുഴുവൻ ഈ മാസം 10-ാം തീയതി മുതൽ പുതിയ സംവിധാനങ്ങളുടെ ഓൺലൈൻ ആക്കി മാറ്റുകയാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ സർവീസ് എത്ര വേഗതയിലാകുന്നു എന്ന് നമുക്ക് ഒരു വശത്ത് ആഹ്ലാദിക്കാൻ, സന്തോഷിക്കാം. അറ്റ് ദ സെയിം ടൈം കോടഞ്ചേരി LP സ്കൂളിലെ അധ്യാപിക 6 വർഷം തുടർച്ചയായി ശമ്പളം കിട്ടാതെ ജോലി ചെയ്ത് ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി വന്നതും മറ്റൊരു വശത്തെ കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്നുകൂടെ സൂചിപ്പിച്ചപ്പോൾ, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വാട്ട് എവർ ബി ദ കൈൻഡ് ഓഫ് ലേബർ വൺ ഡു, ചെയ്യുന്ന ജോലി എന്തും ആവട്ടെ, അത് നമ്മുടെ പറമ്പിൽ പണിയുന്നതാവാം, നമ്മുടെ അടുക്കളയിൽ പണിയുന്നതാവാം, നമ്മുടെ ചുറ്റുപാടുകൾ ക്ലീൻ ചെയ്യുന്നതാവാം, എന്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും നമ്മളൊരു കൂലി കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകർ, അവര് ക്ലാസ് റൂമുണ്ട്, ക്ലാസ്സിൽ കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് കൊടുക്കാൻ ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് ഒരു വർഷം തുടർച്ചയായിട്ട് ഒരു അധ്യാപിക ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു തൊഴിലാണ്, ജോലിയാണ്, അധ്വാനമാണ്. ആ അധ്വാനത്തിനൊരു പ്രതിഫലം 5-6 വർഷം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു എഡ്യൂക്കേഷണൽ ഓഫീസറായിരുന്നു, AO ആയിരുന്നു, DO ആയിരുന്നു. അപ്പൊ എന്റെയും അനുഭവങ്ങൾ, അപ്പൊ സർവീസ് ഡെലിവറി മാനേജ്മെന്റിൽ എനിക്ക് എങ്ങനെ
എങ്ങനെ സർവീസ് ഡെലിവറി മാനേജ്മെന്റിനെ പറ്റി അത് എഫക്റ്റീവ് ആകണം എന്നതിനെ പറ്റി പറയാൻ കഴിയും എന്നുള്ളതിന് എന്റെ വ്യക്തിപരമായ ഒത്തിരി അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞാൻ കൂട്ടിച്ചേർത്ത സദ്ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, എന്റെ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പറയാൻ ഇന്ന് സമയം കിട്ടുമെന്നൊന്നുമില്ല. മറ്റൊരിക്കൽ സമയം കിട്ടിയാൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇത് പറയുന്നത് നല്ലതാണെന്ന് കരുതുന്നു. എന്തുകൊണ്ട് നിയമങ്ങൾ ലംഘിച്ചു പോലും, അതായത് എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ ലംഘിച്ചു പോലും സർവീസ് ഡെലിവറി ഫലപ്രദമായി നടപ്പാക്കിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഓഫീസർ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് സ്വയം അഭിമാനിക്കാൻ കഴിയും. അതിന് ഉദാഹരണങ്ങൾ സമയമുണ്ടെങ്കിൽ മാത്രം പറയാം. ഇനിയും അൺലിമിറ്റഡ് വാണ്ട്സ് ഓഫ് ദ കസ്റ്റമർ, അതിന്റെ ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ? കസ്റ്റമർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അൺലിമിറ്റഡ് വാണ്ട്സ് ഓഫ് ദ കസ്റ്റമർ, അങ്ങനെയും ഒരു 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 പ്രത്യേകതയുണ്ട് കസ്റ്റമറുടെ എക്സ്പെക്ടേഷൻസിന്റെ കാര്യത്തിൽ. ഇനിയും കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ ഡ്യൂട്ടി, എന്തുകൊണ്ടാണ് കസ്റ്റമർ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്? റൂഡ് ആൻഡ് അൺഫ്രണ്ട്ലി പേഴ്സണൽസ്, ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന റൂഡ് ആൻഡ് അൺഫ്രണ്ട്ലി പേഴ്സണൽസ് നോട്ട് അക്കോർഡിംഗ് ടു ദ പ്രോമിസസ്. ഗവൺമെന്റ് പറയുന്നത് പോലെയൊന്നും അല്ല ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നടപ്പാകുന്നത്. വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം ഓർ പീരീഡ്, ഒത്തിരി നേരം നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു. പ്രൊസീജിയർ നോട്ട് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല അവിടെ പാലിക്കപ്പെടുന്നത്. നമ്മൾ കൂടുതൽ ക്ലേശിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഓഫീസ് എൻവയൺമെന്റ്, ടു മെനി കസ്റ്റമേഴ്സ്, ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. ഓഫീസിന്റെ സാഹചര്യങ്ങൾ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നില്ല, നമുക്ക് സുഖകരമല്ല. ഓഫീസ് നോട്ട് സിസ്റ്റമാറ്റിക്, അത് സിസ്റ്റമാറ്റിക് ആയിട്ടല്ല അവിടെയുള്ള പ്രിപ്പയർഡ്നെസ്. നമ്മളെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ സേവനം ചെയ്തു തരാനുള്ള ഒരു പ്രിപ്പയർഡ്നെസ് അവിടെ ഇല്ല. ഒന്നുകിൽ അവിടുത്തെ ബിൽഡിങ്ങിന്റെ പ്രത്യേകതകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ മാനേജ്മെന്റിന്റെ പ്രത്യേകതകൾ ഉണ്ടാവാം. മേ ബി നേരത്തെ നമ്മൾ പറഞ്ഞ ടാഞ്ചിബിൾസ് ഓർ ഇൻടാഞ്ചിബിൾസ്, ഏത് തരത്തിലുമുള്ള പ്രത്യേകതകൾ കൊണ്ട് ഓഫീസ് നോട്ട് സിസ്റ്റമാറ്റിക്. ഇനിയും ടു ഫാർ ഫ്രം പബ്ലിക് ട്രാൻസ്പോർട്ട്, അവിടെ ആക്സസിബിലിറ്റി, അവിടെ നമുക്ക് പെട്ടെന്ന് എത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ടു ഫാർ ഫ്രം പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇൻഫർമേഷൻസ് നോട്ട് അപ്ഡേറ്റഡ്, കാലോചിതമായ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് മറ്റു പല രേഖകളും അത് വേണം ഇത് വേണം എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ കാലോചിതമായ ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല, ആ പ്രശ്നങ്ങളുണ്ട്. ഇനിയും കസ്റ്റമർ പെർസ്പെക്റ്റീവ് എന്നുള്ള മേഖലകൾ ഞാൻ തൽക്കാലം വിട്ടുകളയുന്നു. ഇനി ഹൗ ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ്, എങ്ങനെയാണ് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഏറിയ അവെയർ ഓഫ് ക്ലയന്റ് സ്റ്റാർട്ടർ, അവെയർ ഓഫ് ക്ലയന്റ് സ്റ്റാർട്ടർ, കസ്റ്റമർ ഈസ് ദ കിങ്. അതെന്താ? കസ്റ്റമർ ഈസ് ദ കിങ്, കസ്റ്റമറാണ് രാജാവ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അവെയർനെസ്. നീഡ് ഫോർ മോഡേണൈസേഷൻ ഇൻ PSD, അതിൽ ഒന്നാമത്തെ കാര്യമാണ് കസ്റ്റമർ ഈസ് ദ കിങ്. ഇനിയും അഷ്വർ ക്വാളിറ്റി, അതെന്തുകൊണ്ടാണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ രാജാവാണെങ്കിൽ നമ്മൾക്ക് സേവനം ചെയ്യുന്ന ആളുകളാണ് ഓഫീസുകളിലുള്ളത്. ഇപ്പൊ ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോൾ ഞാനൊരു സേവന ദാതാവാണ്, സെർവന്റ് ആണ്. ഐ എം എ ഗവൺമെന്റ് സെർവന്റ്. എന്റെ മുമ്പിൽ വരുന്ന ആളുകൾ ദേ ആർ കസ്റ്റമേഴ്സ്, ദേ ആർ കസ്റ്റമർ ഇസ് ദ കിങ്. അപ്പൊ അവിടെ വരുന്ന കസ്റ്റമർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും മറ്റൊരു ഓഫീസിൽ ചെല്ലുമ്പോൾ ആ കസ്റ്റമർ എന്നുള്ള അർത്ഥത്തിൽ ഈസ് ദ കിങ്. മറ്റേയാൾ സെർവന്റുമാണ്. ഓഫീസ് ഈ സർവീസ് സേവന ദാതാവ് ഒരു സെർവന്റുമാണ്. അപ്പൊ കസ്റ്റമർ ഈസ് ദ കിങ്. ദെൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ട്രാൻസ്ഫോം ദ വർക്ക് ഫോഴ്സ്. എന്താ ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അനുസരിച്ച് വേണ്ടത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഓഫീസ് എന്ത് ചെയ്യണം? വർക്ക് ഫോഴ്സിനെ ട്രാൻസ്ഫോം ചെയ്യണം. അതിന് പറ്റുന്ന വിധത്തിൽ ആ വർക്ക് ഫോഴ്സിനെ ക്രമീകരിക്കണം, അവരെ എക്വിപ്പ് ചെയ്യണം. ആ കാര്യങ്ങൾ അതങ്ങനെ എക്സലന്റ് വർക്ക് കൾച്ചർ, വളരെ എക്സലന്റ് ആയ ഒരു വർക്ക് കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ദ വർക്ക് ഫോഴ്സ്. ഇനിയും സ്ട്രാറ്റജിക് ക്വാളിറ്റി പ്ലാനിങ്, വളരെ തന്ത്രപരമായ പ്ലാനിങ്ങിലൂടെ ഈ ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ കഴിയണം. അത് എവിടെ നിന്നാണ് ആ നിർദ്ദേശം വരുന്നത്? ഇറ്റ്സ് എ നാഷണൽ ഗോൾ, ദേശീയ ലക്ഷ്യമാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് ഓഫർ ചെയ്യുന്നതാണ്, ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നാഷണൽ ഗോൾസ് ആൻഡ് കോമ്പിറ്റൻസീസ്, നിലവാരവും ലക്ഷ്യവും പുലർത്താൻ ഈ സ്ഥാപനങ്ങൾക്ക് ബാധ്യതകളുണ്ട്. ഇനി ടോപ്പ് ക്വാളിറ്റി മാനേജ്മെന്റ്, ഏറ്റവും നല്ല ക്വാളിറ്റി മാനേജ്മെന്റ് സർവീസ് കൊടുക്കാനുള്ള മാനേജ്മെന്റ് നടത്തേണ്ടതുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? അവോയ്ഡ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ്, പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, വെല്ലുവിളികൾ ഉണ്ടാവാതെ, അതായത് ഒരിക്കലും സർവീസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കാൻ ആ ഓഫീസർക്ക് ബാധ്യതയുണ്ട്. കീപ് സ്റ്റാൻഡേർഡ്, നിലവാരം എന്നും നിലവാരം പുലർത്തണം. ഇനിയും സർവീസ് ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ്, ഈ ക്വാളിറ്റിക്കുള്ള ഗുണങ്ങൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്? നമ്മൾ ലഭിക്കുന്ന സർവീസിന്റെ ക്വാളിറ്റീസ് ഞാൻ വളരെ വേഗം പറഞ്ഞു പോകുന്നു. നേരത്തെ പറഞ്ഞ ടാഞ്ചിബിൾസ്, അതിനകത്ത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ രണ്ടും ഉൾപ്പെടും. റിലയബിലിറ്റി, റെസ്പോൺസീവ്നെസ്, കോമ്പിറ്റൻസീസ്, ക്രെഡിബിലിറ്റി, സെക്യൂരിറ്റി, ആക്സസിബിലിറ്റി, കേർട്ടിസി, കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ കസ്റ്റമർ. അതിൽ എന്തിനെങ്കിലും പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എങ്കിലും കർട്ടിസി, ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് കർട്ടിയസ്. കർട്ടിസിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന പ്രായമുള്ള ആളുകൾക്ക് സ്റ്റേഷന്റെ ഒരതിർത്തിയിൽ നിന്ന് മറ്റേ അതിർത്തി വരെ പോകാൻ അവിടെ ഒരു വാഹനം ലഭിക്കും. അതിന് പ്ലാറ്റ്ഫോമിലൂടെ ഓടുന്ന വാഹനം ലഭിക്കും. അവിടെ എത്തുന്ന ആളുകൾക്ക് RCCയിൽ എത്താൻ, RCCയിലെ ട്രീറ്റ്മെന്റ് നേടുന്ന രോഗികൾക്കും അവരുടെ കൂടെയുള്ള ഒരാൾക്കും RCC വരെ പോയാലുള്ള ഫ്രീ ആയ സർവീസ് കിട്ടും. അപ്പം കർട്ടിസി എന്ന് പറഞ്ഞ എന്താ സൗജന്യമായ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയുള്ളതൊക്കെ ഈ കർട്ടിസിയിൽ പെടുന്നതാണ്. അതുകൊണ്ട് അത്രയും മാത്രം റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓഫീസിൽ നമ്മൾ ചെല്ലുമ്പോൾ മാന്യമായി നമ്മളോട് പെരുമാറുക, എന്താണ് ആവശ്യം, ആ ആവശ്യങ്ങൾ അന്വേഷിക്കുന്നു, അത് ഏറ്റവും എളുപ്പം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയർ ഫ്രണ്ട്ലി, കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് റെസ്പോൺസീവ് എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി അല്ല, ഡിസ്പോൺസീവ്നെസ്. ഇനിയും പെർഫോമൻസ് മെഷർമെന്റ് മാനേജ്മെന്റ് ഇൻ പബ്ലിക് സർവീസ് സെക്ടർ, ടൂൾസ് ആൻഡ് ടെക്നിക്സ്. സോ മെനി ടൂൾസ് ഉണ്ട്. എനിക്ക് ആ ടൂൾസിലേക്ക് പോകാൻ സമയമുണ്ട്, എന്നാലും ഞാൻ വേഗം നോക്കാം. അതിൽ ചില ടൂൾസ് മാത്രം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 14 ടൂൾസ് പറയാനുണ്ട്, അതിൽ ചിലത് മാത്രം പറയാം. ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ പെർഫോമൻസ് ആൻഡ് മെഷർമെന്റ് ആൻഡ് മാനേജ്മെന്റ് ഇൻ പബ്ലിക് സർവീസ് സെക്ടർ. അതൊന്ന് പ്രോസസ് മെഷർമെന്റ് ആണ്, കൺസെപ്റ്റ് ഓഫ് സർവീസ് പ്രോസസ് ആണ്, കനോസ് മോഡൽ അതൊരു ഗ്രാഫാണ്, 6 സിഗ്മ മാട്രിക്സ് അത് വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്, പ്രോബ്ലം സോൾവിംഗ് മെത്തഡോളജി അത് ഈ നമ്മുടെ സാധാരണ സർവീസിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്, ബെഞ്ച് മാർക്കിംഗ് ബിസിനസ് പ്രോസസ് ആൻഡ് റീ എഞ്ചിനീയറിംഗ്, 6 തിങ്കിങ് ഹാറ്റ്സ്, ഫെയില്യൂർ മോഡ്സ് ആൻഡ് എഫക്റ്റീവ് അനാലിസിസ്, ഡെവലപ്പ് പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, PAI പെർഫോമൻസ് അഫയേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞില്ലേ, അതാണ്. അതുപോലെ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ആ ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ച് പെർഫോമൻസ് നടത്താൻ പറ്റുന്നുണ്ടോ. ഇനിയും കോസ് ആൻഡ് എഫക്ട് അനാലിസിസ്, 360 ഡിഗ്രി ഫീഡ്ബാക്ക് സിസ്റ്റം. 360 ഡിഗ്രി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആരൊക്കെ, എല്ലാവരും, കസ്റ്റമറും, ഈ സർവീസ് കസ്റ്റമർ പ്രൊവൈഡിൽ ആരെല്ലാം ഉൾപ്പെടുന്നു അതെല്ലാം ചേർന്ന ആ ഒരു 360 ഡിഗ്രി ഫീഡ്ബാക്ക് സിസ്റ്റം, ടോപ്പ് ക്വാളിറ്റി മാനേജ്മെന്റ്, ഇതെല്ലാം ചേർന്നതാണ് ഈ എന്താ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാതിരിക്കാം എന്ന് ഞാൻ ഓർക്കുന്നു. ഒരൊറ്റ എക്സാമ്പിൾ, 6 സിഗ്മ മാട്രിക്സ് എന്ന് പറയുന്നത് ചിലപ്പോഴും കാർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അത് ഒരു 10 ലക്ഷം സാധ്യതകൾക്ക് എത്ര തെറ്റുകൾ സംഭവിക്കുന്നു, 10 ലക്ഷം പ്രവർത്തനങ്ങൾക്ക് എത്ര തെറ്റുകൾ സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി സിഗ്മ വാല്യൂ കണക്കാക്കും ഓരോ സ്ഥാപനങ്ങളുടെയും. ആ സിഗ്മ വാല്യൂ 4 to 5 അല്ലെങ്കിൽ 3.5 to 5 ആണെങ്കിൽ ഒരു ഗുഡ് കമ്പനി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചെക്ക് ഇഷ്യൂ ചെയ്യുന്നു, നമ്മളെ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുക്കുന്നു, ആ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് അയാൾക്ക് കാശ് കിട്ടണം എന്ന് നമ്മൾ നിർബന്ധമായി കരുതുന്നുണ്ടെങ്കിൽ എന്തെല്ലാം നമ്മൾ പാലിച്ചിരിക്കണം, എന്തൊക്കെ തെറ്റുകൾക്ക് സാധ്യതയുള്ളത്. ഒന്ന്, ഡേറ്റ് മാത്രം പറഞ്ഞാലോ, ഡേറ്റ് 2 ഡിജിറ്റ് ആണ്, 2 ഡിജിറ്റ്, ഇയർ 4 ഡിജിറ്റ് ആണ്, 2ഉം 2ഉം 4ഉം 4ഉം 8 ഡിജിറ്റ്സ്. അവിടെ എത്ര സാധ്യതകളാ? 8 തെറ്റുന്ന സാധ്യതയുണ്ട്, 7 തെറ്റുന്ന സാധ്യതയുണ്ട്, 6 തെറ്റുന്നതുകൊണ്ട്, അങ്ങനെ 1 ഡിജിറ്റ് വരെ തെറ്റുന്ന സാധ്യതകളുണ്ട്. അവിടെ തന്നെ എത്ര സാധ്യതയായി? അങ്ങനെ കൊടുക്കുന്ന ആളുടെ പേര് അല്ലെങ്കിൽ വിവരങ്ങൾ, കൊടുക്കുന്ന തുക, അത് ഇൻ വേർഡ്സ് ആൻഡ് ഇൻ ഡിജിറ്റ്സ്, പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അവിടെ എഴുതുന്ന ഡേറ്റ്, ഇതെല്ലാം എത്രയെല്ലാം തെറ്റുകളുടെ സാധ്യതകളാണ് വെറും ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതിനനുസരിച്ചാണ്, അതാണ് മാനേജ്മെന്റ്. ഒരു കാരണവശാലും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ചെക്ക് റീബൗണ്ട് ചെയ്യരുത്, തിരിച്ചു പോകരുത് എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അത്ര കെയർഫുൾ ആയിട്ട് ആ ചെക്ക് കൊടുക്കാൻ കഴിയണം. അപ്പൊ ഇനിയും 6 സിഗ്മ മാട്രിക്സ് പോട്ടെ, ഇനി പ്രോബ്ലം സോൾവിംഗ് മെത്തഡോളജി അതിലൊന്നിൽ പറഞ്ഞതിലാണ്, അതിന്റെ പോയിന്റ്സ് മാത്രം പറയാം. ഡിഫൈൻ ദ പ്രോബ്ലം, മെഷർ ദ പ്രോബ്ലം, അനലൈസ് ദ പ്രോബ്ലം, ഇംപ്രൂവ് ദ സിറ്റുവേഷൻ, ജനറേറ്റ് ഐഡിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇനിയും കൺട്രോൾ. അപ്പൊ ഡിഫൈൻ ചെയ്ത്, മെഷർ ചെയ്ത്, അനലൈസ് ചെയ്ത്, ഇംപ്രൂവ് ചെയ്ത്, കൺട്രോൾ ചെയ്ത് തീർച്ചയായിട്ടും ഒരു സിറ്റുവേഷനിലെ ഒരു സർവീസ് ഡെലിവറി ഏരിയയെ ഫലപ്രദമാക്കുന്നതാണ് അവിടെ. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട, നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു അല്ലെ, വർക്ക് ഇംപ്രൂവ്മെന്റ് പ്രോസസ്, PCDA എന്ന് പറയും. PCDA അതിലെ പ്ലാൻ, വർക്ക് ഇംപ്രൂവ്മെന്റ് പ്രോസസ്സിലെ ഒന്നാമത്തെ കാര്യം പ്ലാൻ ആണ്. ഇപ്പൊ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്ന കാര്യം ഞാൻ ആദ്യം പ്ലാൻ ചെയ്തു, ഐ എം റെഡി ടു ടേക്ക് ദിസ് ക്ലാസ്. ഞാൻ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചോ ഐ ഹാവ് ടു ഐഡന്റിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ സെലക്ഷൻ ആണ്. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യണം? ഐ മേക്ക് അനാലിസിസ്, കൺസിഡറേഷൻസ്, പ്രസന്റേഷൻ. അപ്പൊ ഞാൻ ഈ പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മാനസികമായി അല്ലെങ്കിൽ പേപ്പറിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് ആദ്യം പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഏറ്റെടുക്കുന്നു. പ്ലാനിങ് നടന്നു കഴിഞ്ഞു, ഞാൻ ഏറ്റെടുക്കുമ്പോൾ
ഡു എന്ന് പറഞ്ഞ അടുത്ത പ്ലാൻ കഴിഞ്ഞാൽ ഡു ആണ്. നമ്മൾ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ക്ലാസ് ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഞാൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഡു. ചെക്ക്, ഇന്ന് ഇവിടെ അവതരിപ്പിക്കേണ്ട ഈ സമയം 1 മണിക്കൂർ കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ വേണം ഞാൻ സ്കിപ്പ് ചെയ്യണം, എത്ര വേഗതയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്താണ് സാഹചര്യങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ളത് എന്നൊക്കെ ഞാൻ ചിന്തിക്കണം. അതാണ് അതിന്റെ ചെക്ക് പ്രോസസ്. അത് കഴിഞ്ഞാലോ ആക്ഷൻ. അപ്പൊ പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ഷൻ. പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ഷൻ. ഈ 4 കാര്യങ്ങളാണ്. അത് നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും അത് ബാധകമാണ്. ഇനിയും ഇത് വേണ്ടെങ്കിലോ, ഒരു തവണ പ്ലാൻ ചെയ്തു, നമ്മൾ ഡു പ്രവൃത്തി ചെയ്തു, ചെക്ക് ചെയ്തു, ആക്ഷൻ നടപ്പാക്കി. പക്ഷെ ആക്ഷനിൽ കുറവുകൾ ഉണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? പ്ലാൻ മസ്റ്റ് ബി റിവൈസ്ഡ്. അത് വീണ്ടും നേരത്തെ പറഞ്ഞ മാനേജ്മെന്റ് സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ച് അത് റിവൈസ് ചെയ്യണം. വീണ്ടും പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ഷൻ. ആ നിലവാരത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇനിയും ഈ പബ്ലിക് സർവീസ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ ആവണമെന്നുള്ളതാണ്. സ്മാർട്ട് എന്നുള്ളൊരു വാക്കുകൊണ്ട് അതിനെ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. ബി സ്പെസിഫിക്, ബി മെഷറബിൾ. എം സ്മാർട്ടിലെ എസ് സ്പെസിഫിക് ആണ്, എം മെഷറബിൾ ആണ്, എ അച്ചീവബിൾ ആണ്, ആർ റെലവെന്റ് ഓർ റിയലിസ്റ്റിക് ഓർ റിലയബിൾ എന്ന് വേണമെങ്കിലും പറഞ്ഞാൽ ശരിയാവും. ഈ ടൈം ബൗണ്ട് ആണ്. അപ്പൊ സ്മാർട്ട് ആകുക, സ്പെസിഫിക് ആകുക, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവെന്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. അപ്പം അതേപോലെ തന്നെ ഇനി ഒരു സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഫ്രെയിംവർക്ക്, ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവരുടെ സർവീസുകളുടെ കാര്യത്തിൽ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ നടത്തുമ്പോൾ എന്തൊക്കെ വേണം? അവരുടെ ഒരു മിഷൻ, ദർശനം വേണം, മിഷൻ വേണം, ദൗത്യം വേണം, സ്ട്രാറ്റജി തന്ത്രങ്ങൾ വേണം, ഒബ്ജക്റ്റീവ്സ് ഓർ ടാർഗറ്റ്സ് അവരുടെ ലക്ഷ്യങ്ങൾ വേണം, മെഷേഴ്സ് അവരുടെ നടപടികൾ, അവരുടെ മാനങ്ങൾ എന്താണെന്ന് പറയണം, സ്ട്രാറ്റജിക് ഇനിഷ്യേറ്റീവ്സ് തന്ത്രപരമായ മുന്നേറ്റം, സേവനം പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ തന്ത്രപരമായി മുന്നേറാൻ എങ്ങനെ കഴിയും എന്നുള്ള കാര്യം കൂടെ തീർച്ചയായിട്ടും കഴിയണം. ഇനിയുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആണ്. എന്താ, ഓരോ സ്ഥാപനവും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രത്യേക സ്ഥാപനം എന്നുള്ള അർത്ഥത്തിൽ പ്ലാനിങ് നടത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അതിനെ കുറിച്ച് പ്ലാനിങ് നടത്താനുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ്, എത്ര അവൈലബിൾ ആണ്, ഇനിയും എത്ര അഡീഷണൽ ഹ്യൂമൻ റിസോഴ്സസ് വേണം. ക്ലർക്കുമാരുടെ എണ്ണം കുറയുന്നു, അധ്യാപകരുടെ എണ്ണം കുറയുന്നു. അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ് ഒരു ഓഫീസിന്റെ, ഒരു സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഇല്ല എങ്കിൽ അതിന്റെ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സസ്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, ഹയർ ഓഫീസുകളുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം. അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആവാം, സപ്ലൈ ഓഫ് മണി ആവാം, സപ്ലൈ ഓഫ് ഓർഡേഴ്സ് ആവാം, വാട്ടർ ഇറ്റ് ഈസ്. അപ്പം ഹയർ ഓഫീസുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് വേണം. മോണിറ്ററിംഗ് പ്രോസസ്, ദൈനംദിനം നടക്കുന്ന പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ പറ്റണം. അങ്ങനെ മോണിറ്ററിംഗ് പ്രോസസ്, ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക്. ഇങ്ങനെ നടത്തുന്ന ഇവാലുവേഷന്റെ അടിസ്ഥാനത്തിൽ ഫീഡ്ബാക്ക് നടത്തുന്നു. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ഷൻ നടത്തി കഴിഞ്ഞാൽ വീണ്ടും ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും. ഇനിയുള്ള ഞാൻ എടുക്കേണ്ട ചില ചാപ്റ്ററുകളുടെ പേരുകൾ മാത്രം പറഞ്ഞ് ഞാൻ വിടുകയാണ്. ട്രെയിനിങ് ആൻഡ് റെക്കഗ്നീഷൻ. നമുക്കറിയാം ഓഫീസിലെ ആളുകൾക്ക് എങ്ങനെ ട്രെയിനിങ് നടത്തണം. ട്രെയിനിങ് അത്യാവശ്യമാണ്, നമ്മളും ട്രെയിനിങ്ങിന് പോകാറുണ്ട്, ഇപ്പോഴും നമ്മൾ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. റെക്കഗ്നീഷൻ, അവർക്ക് അംഗീകാരം കൊടുക്കേണ്ടതുണ്ട്. അതിന് എനിക്കും അക്കാര്യത്തിലും ഞാൻ ഇരിങ്ങാലക്കുട DO ആയിരുന്ന കാല സമയത്ത് ഏറ്റവും നല്ല ഹെഡ് മാസ്റ്റർക്ക്, ഏറ്റവും നല്ല അധ്യാപകന്, ഏറ്റവും നല്ല നോൺ ടീച്ചിങ് സ്റ്റാഫിന് അവിടുത്തെ HM ഫോറത്തിന് വകയായിട്ട് അവാർഡുകൾ നൽകിയിരുന്നു. സ്റ്റേറ്റ് അവാർഡിനേക്കാൾ പ്രധാനപ്പെട്ട അവാർഡായി അവിടെയുള്ള ഹെഡ് മാസ്റ്റർമാർ, അധ്യാപകർ, അനധ്യാപകർ ആ അവാർഡുകളെ സ്വീകരിച്ചിരുന്നു. പൊതുസമൂഹം അതിനെ അംഗീകരിച്ചിരുന്നു. പോട്ടെ, ഇനി 360 ഡിഗ്രി ഫീഡ്ബാക്ക് ഫോർ ഡെവലപ്മെന്റ് നേരത്തെ പറഞ്ഞിരുന്നു. സ്റ്റെപ്പ് ഫോർ ഇന്റർഫേസ് മീറ്റിംഗ്, സ്റ്റെപ്സ് ഫോർ ഇന്റർഫേസ് മീറ്റിംഗ് എന്ന ഇന്റേണൽ മീറ്റിംഗ്. ഒരു ഓഫീസർക്ക് അവിടെയുള്ള ആളുകളെ വിളിച്ചു ചേർത്ത് ഓഫീസ് മീറ്റിങ്ങുകൾ, സ്റ്റാഫ് മീറ്റിങ്ങുകൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള മെത്തഡോളജി ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഇവാലുവേഷനും ഫീഡ്ബാക്കും ഒക്കെ നടക്കേണ്ടത് അങ്ങനെയാണ്. ചെക്ക് ലിസ്റ്റ് ഫോർ പെർഫോമൻസ് മാനേജ്മെന്റ്. പലപ്പോഴും അത് ഹയർ ഓഫീസുകളിൽ നിന്ന് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ഓഫീസിൽ സ്വന്തം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടതാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ടോട്ടൽ ക്വാളിറ്റി ഡെലിവറി, അങ്ങനെ പ്രിൻസിപ്പിൾസ് നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഇനി എനിക്ക് 2-3 മിനിറ്റേ ബാക്കിയുള്ളൂ തോന്നുന്നു. അതുകൊണ്ട് 3 മിനിറ്റ് കൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, വാട്ട് ആം ഐ ഫോർ, ഞാൻ എന്തിനു വേണ്ടിയാണ്? വാട്ട് ആം ഐ ഫോർ? ഐ ആം ഫോർ ഐഡന്റിഫിക്കേഷൻ, കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യണം. ഫോർ ഇൻഫോർമേഷൻ, ഫോർ ഇൻവോൾവ്മെന്റ്. ഐ ഫോർ ഐഡന്റിഫിക്കേഷൻ, ഐ ഫോർ ഇൻഫോർമേഷൻ, ഐ ഫോർ ഇൻവോൾവ്മെന്റ്. ഈ ഐഡന്റിഫിക്കേഷനും ഇൻഫർമേഷനും ഇൻവോൾവ്മെന്റും എന്തിനു വേണ്ടിയാണ്? വൈ ഡു യു ഗെറ്റ് ഐഡന്റിഫൈഡ്?
വൈ ഡു യു ഗെറ്റ് ഇൻഫർമേഷൻ, വാട്ട് ഫോർ യു ഗെറ്റ് ഇൻവോൾവ്. അതെ, അപ്പൊ ഐഡന്റിഫിക്കേഷനും ഇൻഫർമേഷനും ഇൻവോൾവ്മെന്റും എന്തിനു വേണ്ടിയാണ്? ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ. ഇംപ്രൂവ്മെന്റ് എന്നാണ് ഡെവലപ്മെന്റ് ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിന് മെച്ചമായ സാഹചര്യ നിലവാരം, മികവ് വർദ്ധിപ്പിക്കലാണ്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാലോ, ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ നൂതനമായ പ്രവർത്തനങ്ങൾ, നവീനമായ പ്രവർത്തനങ്ങൾ. ഇന്നലെ വന്നതുപോലെ തന്നെ പ്രവർത്തിച്ചാൽ പോരാ. ഇന്ന് നേരത്തെ പറഞ്ഞ കസ്റ്റമർ എക്സ്പെക്ടേഷൻസ്, അതിനുള്ള കാരണങ്ങൾ വളരെയേറെ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് പുതിയ കാലത്തിനനുസരിച്ച്, പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച്, പുതിയ കസ്റ്റമേഴ്സിന്റെ അറിവിനും ആവശ്യങ്ങൾക്കും അനുസരിച്ച് സർവീസ് പ്രദാനം ചെയ്യാൻ കഴിയണം. അതാണ് ഇന്നോവേഷൻസ്. അത് രേഖകളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറം ചെയ്യാൻ പറ്റണം. അതിനപ്പുറം ചെയ്തതിന് ഉദാഹരണം പറയാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഞാൻ അതിന് ശേഷം പറയും. അപ്പം ഐ ആം ഫോർ ഇൻഡിവിജ്വൽ ഇംപ്രൂവ്മെന്റ്, ഐ ആം ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇംപ്രൂവ്മെന്റ്. എന്റെ ഇൻഡിവിജ്വലായ ഇംപ്രൂവ്മെന്റിന് എനിക്ക് ബാധ്യതയുണ്ട്. എന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, എന്റെ സ്ഥാപനത്തിന്റെ ഇംപ്രൂവ്മെന്റിന് എനിക്ക് ബാധ്യതയുണ്ട്. അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഐ ആം ഫോർ ഇൻഡിവിജ്വൽ ഇന്നോവേഷൻ. വ്യക്തിപരമായി എന്റെ പ്രവർത്തനങ്ങൾ, എന്റെ സെക്ഷൻ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ എനിക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ കുറെ ആളുകളെങ്കിലും വ്യക്തിപരമായി ഇത്തരം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് നല്ലതാണ്, ഇങ്ങനെ ചെയ്തു കളയാൻ തോന്നുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, എന്റെ വേറൊരു എക്സാമ്പിൾ, അതും ഇപ്പോഴേ ഞാൻ നിങ്ങൾ അനുവദിക്കുമെങ്കിൽ മാത്രമേ പറയൂ. കുറെ എക്സാമ്പിൾസ് എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഐ ആം ഫോർ ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐഡന്റിഫിക്കേഷൻ, ഇൻഫർമേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ്. ഫോർ വാട്ട്? ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇപ്പൊ സർവീസ് ഡെലിവറി മാനേജ്മെന്റിലെ ഞാൻ ഇന്ന് രാവിലെയാണ് ആലോചിച്ചത്. പിന്നെ സർവീസ് ഡെലിവറി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ മോഡേൺ ട്രെൻഡ്സ് ഇൻ സർവീസ് ഡെലിവറി മാനേജ്മെന്റ്, മോഡേൺ ട്രെൻഡ്സ് നിങ്ങളോട് പറയണമല്ലോ എന്ന് കരുതി ഞാൻ ഇന്ന് കുറെ വിവരങ്ങൾ ശേഖരിച്ച് നോട്ട് ചെയ്തിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ എനിക്ക് ഇപ്പൊ കഴിയുന്നില്ല. പക്ഷെ മോഡേൺ ട്രെൻഡ്സ് നിങ്ങൾക്കറിയാം. അപ്പൊ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ മേഖലകളാണ് ഞാൻ പരാമർശിച്ചിരുന്നത്. അതുകൊണ്ട് ഇത്രയും നേരം എന്നെ ശ്രമിച്ച ഏവർക്കും നന്ദി പറയുന്നു. അതുകൊണ്ട് അഥവാ കൂടുതൽ സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ അഡീഷണൽ എന്തെങ്കിലും ഞാൻ പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയാം എന്ന് മാത്രം പറയുന്നു. എന്നെ ശ്രമിച്ച ഏവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ഞാൻ 8:40, നമ്മൾ 7:40ക്കാണ് തുടങ്ങിയത്, ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. അപ്പം ഞാൻ ഐ ടുക്ക് ഓൺലി 50 minutes. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ സ്പീഡിൽ നിർത്താതെ ശ്വാസം എടുക്കാതെ ഉള്ളൊരു ക്ലാസ് ആയിരുന്നു. വളരെ നന്നായിരുന്നു. ആരും അങ്ങനെ പറയാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. കുറച്ച് ടഫ് സബ്ജക്റ്റ് ആയിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന കുറെ കാര്യങ്ങളാണ് സാറ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു നല്ല സബ്ജക്റ്റ്. ഇത് 1 മണിക്കൂർ കൊണ്ട് എടുത്ത തീരുന്ന സാധനം അല്ല എന്നുള്ളത് സാറ് ക്ലാസ് എടുത്തു തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോ മനസ്സിലായി. ഒത്തിരി എന്താ പറയാ, ഒത്തിരി കാര്യങ്ങൾ സ്കിപ്പ് ചെയ്താണ് പറഞ്ഞുകൊടുക്കുന്നത്. മേജർ പോയിന്റ്സ് മാത്രമേ കവർ ചെയ്തുള്ളൂ. ഇനിയും എക്സാമ്പിൾസ് ഒത്തിരി പറഞ്ഞാലേ സത്യത്തിൽ നല്ലൊരു ഒരു ഓഡിയൻസിന് മനസ്സിലാകാൻ എളുപ്പമാകുള്ളൂ. അല്ലെങ്കിൽ കുറെ കൂടെ എന്താ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഒരു പ്രോബ്ലമാണ്. ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് മാനേജിങ് ദിസ് ക്ലാസ് ഇറ്റ്സെൽഫ്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലാണ് അവതരിപ്പിച്ചത്. നല്ലൊരു ട്രെയിനറാണ്. അത് നമുക്ക് നന്നായിട്ട് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. നല്ല വ്യത്യസ്തമായ, ആരും പറയാത്തൊരു സബ്ജക്റ്റ്. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ എത്രത്തോളം ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന നിലയിലായിരുന്നു സാറിന്റെ ക്ലാസ്. അത് ഒത്തിരി ചിന്തിപ്പിച്ചു. പല കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളെയും പറ്റി, നമ്മളെ പറ്റി ചിന്തിപ്പിച്ചു. നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകളിൽ നിന്ന് സ്വീകരിക്കുന്ന സർവീസിനെ പറ്റി, അവരൊക്കെ എത്രത്തോളം അതിനെപ്പറ്റി ബോധേഡാണ് എന്നുള്ള കാര്യവും ചിന്തിപ്പിച്ചു. ശരിക്കും എന്ത് സർവീസ് കൊടുക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരത്തിലൊരു ട്രെയിനിങ്, ഈ ഒരു തോട്ട് അവർക്ക് കൊടുക്കേണ്ടതാണ്. അതൊരു അവരുടെ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു. എനിവേ, ഒത്തിരി നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒത്തിരി താങ്ക്സ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും അഭിപ്രായങ്ങൾ പറയൂ.
ജേക്കബ് സാർ, ഹലോ സർ. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ ഗഹനമായ ക്ലാസ് ആയിരുന്നു. നല്ല സ്പീഡും. അവസാനം എനിക്ക് പിടിവിട്ടു പോയി കേട്ടോ. കുറച്ച് സമയം ശ്രദ്ധിച്ചിരുന്നു, അവസാനം പിടിവിട്ടു പോയി. വളരെ 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 വലിയൊരു സബ്ജക്റ്റും വളരെ ഗഹനമായ വിഷയവും വ്യത്യസ്തമായ വിഷയവും. പക്ഷെ സാർ നന്നായി പ്രസന്റ് ചെയ്തു. സമയത്തിന്റെ കുറവുണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ കൊണ്ടോ 3/4 മണിക്കൂർ കൊണ്ടോ എടുക്കേണ്ട ഒരു വിഷയമല്ല ഇത്. ഒരു 1 ഡേ പ്രോഗ്രാമായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ സാറിന് ഉദാഹരണങ്ങൾ, എക്സാമ്പിളൊക്കെ പറഞ്ഞ് ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് നന്നായിരുന്നു. നന്നായിട്ട് കേട്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സമയം പിടിപെട്ടു പോയി മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സാർ. ജേക്കബ് സാർ, വിനോദാണ്. ഹലോ. ഹലോ സർ, പറഞ്ഞോളൂ. കേൾക്കാം കേൾക്കാം സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാറേ എനിക്ക് നമുക്കൊരു 3 ദിവസമായിട്ട് ഈ ക്ലാസ് വെക്കണം. എന്നാലാണ് അതിന്റെ ഡെപ്തില് ആ സാധനങ്ങൾ, കാരണം ആർക്കും അറിയാത്ത സബ്ജക്റ്റ് ആണ്. കാരണം എല്ലാവർക്കും അറിയേണ്ടതുമായൊരു സബ്ജക്റ്റ് ആണ്. അപ്പോ സാറ് പറയുമ്പോൾ അതിനൊപ്പം ക്ലാരിഫിക്കേഷൻ എടുത്ത് നോട്ട് എടുത്ത് മനസ്സിലാക്കി ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം അത് നമുക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാവുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു വിഷയങ്ങൾ. ഇതെങ്ങനെയെന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് അറിവുണ്ടെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ ചോദിക്കേ. നമുക്ക് അത്തരത്തിൽ സത്യം പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ വലിയ അറിവൊന്നും ഇല്ല. അപ്പോ ശരിക്കും അതൊരു അങ്ങനെ ഞാൻ 3 ദിവസം എന്ന് പറഞ്ഞത് ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയൊരു 3 ദിവസം വേണ്ടേ ഇത് മനസ്സിലാക്കാനും തോന്നി എനിക്ക്. അങ്ങനെ അപ്പോ വളരെ നന്നായിരുന്നു. നല്ല സബ്ജക്റ്റ്, വളരെ ഡെപ്ത് ഉള്ള സബ്ജക്റ്റ്. പക്ഷെ ഇത് വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞ മാതിരി കുറെ കഴിഞ്ഞപ്പോ കിളി പോയി. ജോൺ സാറ് പറഞ്ഞ മാതിരി കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മള് സാറ് ടൈം ബൗണ്ട് ആകാൻ വേണ്ടി ടൈമിൽ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ റണ്ണിങ് ഓഫ് വിട്ടുപോയി എന്ന് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ചില സബ്ജക്ട് പറയുമ്പോ അയ്യോ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴേക്കും സാർ അടുത്ത പോയിന്റിലേക്ക് വന്നത്. നമ്മള് അതിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇൻവോൾവ് ചെയ്യുമ്പോൾ അത് നമുക്ക് അടുത്ത പോയിന്റ് അപ്ലൈക്കും സാർ കടന്നു പോകുന്നു. അപ്പൊ ഇത് നല്ല രീതിയിൽ നിർത്തി പറഞ്ഞ് വരേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. കാരണം അറിവ് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും. അതാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട്. ഇപ്പോ സാറിപ്പോ ഇതിന്റെ PPT അയച്ചതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇരുന്ന് നോക്കിയെന്ന് വരില്ല. ക്ലാസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കേൾക്കും. താങ്ക്സ് ലോട്ട്. താങ്ക് യു. ജേക്കബ് സാർ, ഹലോ യാത്രയിലാണ്. എന്നാലും ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടു. ഒരുപാട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. സ്പീഡ് കൂടി പോയതുകൊണ്ടായിരിക്കും. സ്പീഡ് കൂടി പോയത് ഒരു കുഴപ്പമൊന്നുമല്ല സാറേ. സാർ ഒരു ദിവസം പറയേണ്ട കാര്യം 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സാറിന്റെ ഈ സബ്ജക്ട് എല്ലാ ആളുകൾക്കും ആവശ്യമാണ്. എല്ലാവരും ഒരു സർവീസ് പ്രൊവൈഡർ ആണ്, അതോടൊപ്പം തന്നെ എല്ലാവരും സർവീസ് സ്വീകരിക്കുന്ന ആളുകളുമാണ്. അപ്പൊ എനിക്ക് സാറിനോട് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു 1 ഡേ പ്രോഗ്രാം ആയിട്ട് സാർ ഒന്ന് ഡിസൈൻ ചെയ്യുകയും അത് ഓഫ്ലൈനിൽ എടുക്കുകയും വേണം. ചെറിയ ഫീസൊക്കെ വാങ്ങിയിട്ടാണെങ്കിലും ശരി, ഓഫ്ലൈനിൽ ഒരു 1 ഡേ പ്രോഗ്രാം ആയിട്ട് ചെയ്യാനുള്ള സ്റ്റഫ് ഉണ്ട് അതിനകത്ത്. 1 ഡേ ഒന്നല്ല, അത് വിനോദ് സാർ പറഞ്ഞ പോലെ കൂടുതൽ കാര്യങ്ങൾ പറയാനും ഉദാഹരണമൊക്കെ വെച്ച് ചെയ്യണം. 2 ദിവസം 3 ദിവസമൊക്കെ അത് വയബിൾ ആവുമോ എന്നൂടെ നമുക്ക് നോക്കണമല്ലോ. 3 ദിവസമൊക്കെ എല്ലാവരും വന്നിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. 2 ദിവസം എന്ന് പറയുമ്പോഴും പക്ഷെ ഒരു 1 ഡേ ട്രെയിനിങ്ങിനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ സാർ അത് നല്ല രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് ഒരു മൊഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു 1 ഡേ ട്രെയിനിങ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇതെല്ലാവർക്കും ആവശ്യമില്ലാത്തവരാരുമില്ല. നമ്മളൊക്കെ പലരുടെയും സർവീസ് വാങ്ങുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ, കൺഗ്രാറ്റുലേഷൻ സർ. അതുപോലെ തന്നെ ഈ ടീമിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വല്ലപ്പോഴും ഒരു ക്ലാസ്സിലൊക്കെ കയറാറുള്ളൂ. കയറുന്ന ക്ലാസ്സൊക്കെ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. വളരെ ചുരുക്കം വിരലിലുണ്ടാവുന്ന ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടുള്ളൂ. അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അപ്പൊ ഈ ടീമിനോട് എനിക്ക് പറയാനുള്ളത്, കൂടുതൽ ആളുകളെ ഇതിനകത്ത് പങ്കെടുപ്പിക്കണം. അപ്പൊ ക്ലാസ് കേൾക്കുമ്പോ ഇപ്പൊ ഈ അവസാനം വരെ ആദ്യം കുറച്ച് സ്പീഡ് കൂടി, അപ്പൊ കുറച്ച് പേര് ഒക്കെ ചിലപ്പോൾ ഇറങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ വലിയ നഷ്ടങ്ങളാണ്. കാരണം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്നോ
ഇതിന് ഇത്രയും വലിയ സാധ്യതയുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് മുഴുവൻ നമ്മൾ കേട്ടിരിക്കണം. നമ്മുടെ കൂടുതൽ ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഈ വന്നവരോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. കാരണം അത് ഓരോരുത്തർ ഒരുപാട് പ്രയോജനപ്പെടും. ക്ലാസ് എടുക്കുന്ന ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കയറിയ ക്ലാസ്സിലൊക്കെ എന്റെ അനുഭവം അങ്ങനെയാണ്. ഓക്കെ സാർ, താങ്ക് യു, കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. സാറേ നമസ്കാരം, മജീദാണ്. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. അപ്പോ ഇപ്പൊ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞല്ലോ. ഇപ്പൊ ബെഞ്ചമിൻ സാറും പറഞ്ഞു, മറ്റൊന്നും പറയാനില്ല. ക്ലാസ് ഗംഭീരായിരുന്നു. പിന്നെ നല്ല സ്പീഡാണ്, നമുക്ക് ഓടിയെത്താൻ പറ്റാത്ത അത്രയും സ്പീഡിലാണ് സാർ പോയത്. എനിക്ക് കൈവിട്ട് പോയിട്ടില്ല, കാരണം അതിനു മുമ്പ് എന്റെ നെറ്റ്വർക്ക് പോയി. നെറ്റ്വർക്ക് പോയി. പിന്നീട് ഇപ്പോഴേ ഞാൻ തിരിച്ചത്, ലാസ്റ്റ് ക്ലാസ് അഭിപ്രായം പറയുമ്പോഴേ ഞാൻ തിരിച്ചെത്തിയത്. അതുകൊണ്ട് പറഞ്ഞത് കൈവിട്ടില്ല, കിട്ടാതെ പോയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇത് പറഞ്ഞതുപോലെ നമുക്ക് 2-3 പേര് ഫുൾ ഡേ ഒക്കെ ആയിട്ട് മുടികളൊക്കെ തയ്യാറാക്കി അവതരിപ്പിക്കേണ്ടതാണ്. പിന്നെ ആ രീതി തീർച്ചയായിട്ടും നോക്കുക. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം, ഇതിപ്പോ സാർ പറഞ്ഞ പോലെ, ബെഞ്ചമിൻ സാർ പറഞ്ഞ പോലെ, നമ്മളൊക്കെ ഇതിന്റെ ഗുണഭോക്താവാണ്, പ്രൊവൈഡേഴ്സുമാണ്. അപ്പൊ ആ നിലയ്ക്ക് ഓരോ വ്യക്തിയും, എവരി ആൻഡ് ഈച്ച് വ്യക്തിക്ക് അത്യാവശ്യമാണ്, അറിയേണ്ടതാണ്. എങ്കിലേ നമുക്ക് ഈ സൊസൈറ്റിയിൽ, ഈ സമൂഹത്തിൽ, ഈ ഒരു സർവീസ് രംഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റൂ. ഓക്കെ സാർ, അത് ഇതിന്റെ ഒരു അതെ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹലോ ജേക്കബ് സാർ. ഹലോ സാർ. നമസ്കാരം. നമസ്കാരം. വളരെ നല്ല രീതിയിൽ ക്ലാസ് കേൾക്കാൻ സാധിച്ചു. നമുക്കൊക്കെ വിശദമായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. സാറ് ഒരിക്കൽ കൂടി ഒരു ബെഞ്ചമിൻ സാർ പറഞ്ഞ പോലെ ഒരു ഫുൾ ഡേ ക്ലാസ് ഒക്കെ കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും സാർ, വളരെ ഉപകാരം സാർ, നന്ദി. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. സാർ ജേക്കബ് സാർ, എനിക്ക് വീഡിയോ വരാൻ പറ്റുന്നില്ല, നല്ല സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് ഒത്തിരി അങ്ങ്. എനിക്കറിയാം മാം, അറിയാം. എങ്കിലും സാറ് സമൂഹത്തിൽ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്ത അത്ര എക്സ്പീരിയൻസ് പിറകെ വരുന്ന ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഈ ഒരു വേദിയിൽ എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ ഉള്ളവർ പറഞ്ഞതുപോലെ ഫുൾ ടൈം ആയിട്ട് സാറിന്റെ കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? നികേഷ് സാർ. ഓക്കെ സാർ. ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ. കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night. Good night.